നമ്മളുവരെ ഞാൻ ഇന്ന് ഊത്തപ്പാണ്. ഊത്തപ്പ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ്. വളരെ ന്യൂട്രീഷ്യസുമാണ്, വളരെ ഈസി ടു മേക്ക് ഓൾസോ. അത് കാരണം കൊണ്ട് ഞാൻ ഊത്തപ്പ ഉണ്ടാക്കണം വിധം പറയാം. ഇതിന് ആവശ്യം ദോശമാവുണ്ട്, ഇതിന് പിന്നെ കുറച്ച് തക്കാളിയുണ്ട്, കുറച്ച് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ട്, കുറച്ച് പച്ചമുളകുണ്ട്, കുറച്ച് ഉള്ളിയുണ്ട്. ഇനി ആദ്യം തന്നെ നമുക്ക് അതിൽ കടുക് വറുത്തിടണം. കടുക് വറുത്തിടണമെന്ന് നിർബന്ധമൊന്നുമില്ല, എന്നാലും ഞാൻ വറുത്താൻ പോവാണ്. അതുകൊണ്ട് ചീച്ചട്ടി വെച്ചിരിക്കണം, കടായി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ കടുകും മുളകും ഉഴുന്ന് പരിപ്പ് ഇതിൽ വറുത്തിടണം മാവിൽ കേട്ടോ. കുറച്ച് കടുക് ഇട്ടു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് പൊട്ടിക്കണം, പൊട്ടി തട്ടി മുളക് 2 മുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു. ഇനി അത് ഈ മാവിൽ വെക്കണം കേട്ടോ. നിർബന്ധമില്ല ഇത് വേണമെന്ന്, പക്ഷെ ഞാനത് ചെയ്യും. കളിയിടാം, ലേശം ഇഞ്ചി ഇടാം, ഇത്തിരി ഉള്ളി ഇടാം, ഇത്തിരി പച്ചമുളക്. കുറച്ചും കൂടെ തക്കാളി, ഇഞ്ചി, പച്ചമുളക്, ഉള്ളി. ഇനി ഊത്തപ്പം ഉണ്ടാക്കാം. അതിൻ്റെ മുകളിൽ തക്കാളി. ഈ ഊത്തപ്പം ചട്നിയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ല സ്വാദാണ്. ഇതിൽ ബട്ടർ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നെയ്യിടാം. അപ്പം റെഡിയായി, വളരെ ടേസ്റ്റാണ്. നാളികേരം 2 പച്ചമുളകും ഇത്തിരി ഉപ്പും കൂടി അരച്ചു, അതാണ് ചമ്മന്തി. ഊത്തപ്പത്തിൻ്റെ കൂടെ അയക്കാൻ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ.